പരിശുദ്ധമായ റമദാനിൽ നടന്ന യുദ്ധമാണ്, സമരമാണ് ബദർ സമരം. അവരെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ബദരീങ്ങളെ കയ്യിൽ. അപ്പോൾ പൂർണ്ണമായ തവക്കുൽ ആണ് അവർക്ക് ഉണ്ടായത്. അതാണ് ബദരീങ്ങളുടെ മഹത്വം. ലഅല്ലല്ലാഹ ഖദ് ഇത്വലഅ അലാ അഹ്ലി ബദരിൻ ഫഖാല, അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബദരീങ്ങളോട് അല്ലാഹ് പറഞ്ഞതാണ്, എന്ത്? ഇഅമലൂ മാ ശിഅ്തും, ഇഅമലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന് അല്ലാഹു തആല ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ആയുധങ്ങളില്ലാതെ, ഒരുക്കങ്ങളില്ലാതെ പരിശുദ്ധമായ റമദാനിൽ അവർ യുദ്ധം ചെയ്തു, ജിഹാദ് ചെയ്തു. അപ്പോൾ അല്ലാഹു തആല അവരെ സഹായിച്ചു. ആ ബദരീങ്ങളെ പേര് പറയൽ വളരെ ഇബാദത്താണ്. ബദരീങ്ങളെ പേര് ഞങ്ങൾ ചൊല്ലൽ എന്താണ്? വലിയ ഇബാദത്താണ് അല്ലേ? ഒരു ബാപ്പയും ഒരു മകനും തമ്മിൽ തർക്കിച്ചു. ബദരീങ്ങളിൽപ്പെട്ട ഒരു വാപ്പയും മകനും തമ്മിൽ തർക്കിച്ചു. നമ്മളെ പറഞ്ഞിട്ടുണ്ടോ? മോനെ, ബാപ്പ പറഞ്ഞു മകനോട്, ഞാൻ യുദ്ധത്തിന് ഞാൻ പോകും മോനെ, ഞങ്ങളെ ഔത്ത്, അതായത് എൻ്റെ പെഞ്ഞായി നിങ്ങളെ ഉമ്മയുണ്ട്, എൻ്റെ പെണ്ണുമക്കൾ നിങ്ങളെ പെങ്ങന്മാരുണ്ട്, അതുകൊണ്ട് മോനെ, മോൻ യുദ്ധത്തിന് വരരുത്, ഞാൻ പോകാം എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഒരു ബാപ്പ പറഞ്ഞു. നമ്മൾ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നോ? ഇല്ല. ബദരീങ്ങളിൽപ്പെട്ട ഒരു ബാപ്പയും ഒരു മകനും തമ്മിൽ സംസാരമായതാണ്. ബാപ്പ പറഞ്ഞു, മോനെ, മോനെ, ഞാൻ പോകും പടക്കളത്തിലേക്ക് യുദ്ധം ചെയ്യാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്തിനാണ്? ഞാൻ ഏതായാലും വയസ്സനാണ്, ഞാൻ പ്രായം ഉള്ള ആളാണ്. ആരാ പറയുന്നത്? ബാപ്പ പറഞ്ഞു. ആ ബാപ്പാന്റെ പേരെന്താ? ആ മകന്റെ പേരെന്താ? ഒരു ചോദ്യം. ആ മകന്റെ പേരെന്താ? മകന്റെ പേരാണ് സഅദ് റളിയല്ലാഹു അൻഹു. മകന്റെ പേര് റളിയല്ലാഹു അൻഹു, സഅദ്. അൽഹംദുലില്ലാഹ്, ആ എല്ലാ ബാലക്കാർക്കും, ഈ ഇരിക്കണ കുട്ടികൾ മുതഅല്ലിമീങ്ങൾക്കും, വയസ്സന്മാരുണ്ട് ഇവിടെ പലരും, അവർക്കും അല്ലാഹു തആല സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ആ മകന്റെ പേരാണെന്ത്? സഅദ് റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ പേരാണ് ഖൈസമ റളിയല്ലാഹു അൻഹു. മനസ്സിലായ? വാലിദ് സാഹിബ് കെ നാം ക്യാ ഹൈ? ഖൈസമ. ബാപ്പാന്റെ പേര് ക്യാ ഹൈ എന്നാ ചോദിച്ചത്. ഖൈസമ. ഖൈസമ അൻസാരിയാണ്. ആയതിൽ പിറേ അൻസാർ കിളയുന്നുൾ സൈദണ്ടോർ അടൽ ചെയ്യുന്നുള്ളർ കാഫിർ ഖുറൈശോരിൽ പൊരുത്. ബാപ്പയും മകനും തമ്മിൽ ആ തർക്കം നോക്കണം. ഞാൻ പോവുകയില്ല എന്ന് അല്ല ബാപ്പ പറയുന്നത്, ഞാൻ പോവുകയില്ല എന്നല്ല മകൻ പറയുന്നത്. മോനും പറയുന്നു, ഞാൻ അള്ളാന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകും.
ബാപ്പയും പറയുന്നു ഞാൻ പോകും. മകൻ പറഞ്ഞു ബാപ്പ നിങ്ങൾ വയസ്സായതല്ലേ, നിങ്ങൾ ഔത്തിവിടെ ഇരിക്കൂ, ഞാൻ പോകാം എന്ന് മകൻ പറഞ്ഞു. ബാപ്പ പറഞ്ഞു മോനെ നീ അവിടെ ഇരുന്നോ, ഞാൻ പോകാം. എന്തിന്? അള്ളാന്റെ ദീനിന് വേണ്ടി പടഞ്ഞു ഷഹീദാകാൻ പൂതി വെച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബാപ്പയും ഒരു മകനും ബദറിന്റെ പടക്കളത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. മകന്റെ പേര് മറക്കണ്ട മകനെ. എന്ത് എന്ത് സഅദ്. ബാപ്പാടെ പേര് ഹൈതമ റളിയല്ലാഹു അൻഹു. രണ്ടാളും തർക്കത്തിലായപ്പോൾ, തർക്കത്തിലായാലും എന്താ വേണ്ടത്? നമ്മൾ കിതാബിലൊക്കെ പഠിച്ചിട്ടില്ലേ എന്താക്കണം? തർക്കത്തിലായാലും തീരുമാനം ഉണ്ടാക്കണ്ടേ, ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ ഉസ്താദെ? അതെന്താ പരിഹാരം? നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? നറുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അറിയില്ലേ? രണ്ടാളും പേരെഴുതിയിട്ടൊരു കടലാസ് അങ്ങനെ കുലുക്കിയിട്ട് എടുത്തു. അപ്പൊ ആർക്കാ കിട്ടിയത്? നറുക്ക് കിട്ടിയത് മകനിക്കാണ്. എന്നാ മകൻ പൊയ്ക്കോ എന്ന് ബാപ്പ പറഞ്ഞു. സയ്യിദ് പൊയ്ക്കോളൂ ബദറിന്റെ പടക്കളത്തിലേക്ക്. എന്താ പറഞ്ഞറിയോ? ബാപ്പാനോട് മകന് പറഞ്ഞ് ബാപ്പ അള്ളാന്റെ ദീനിന് വേണ്ടി ഷഹീദാകാനാണിത്. ഇത് ദുനിയാവിന്റെ വിഷയമല്ല, ആഖിറത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ബാപ്പാനെ പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ പോകുമെന്ന് പറഞ്ഞു ആ മകൻ. അല്ല ഞാൻ തന്നെ പോകുമെന്ന് പറഞ്ഞു ബാപ്പ. അങ്ങനെയാണ് എന്തായത് നറുക്കിട്ടു. മനസ്സിലായ? നറുക്കിട്ടിട്ട് നറുക്ക് കിട്ടിയത് ആർക്കാന്നറിയോ? മകനിക്കാണ് നറുക്ക് കിട്ടിയത്. മകൻ പോകാൻ തീരുമാനമായി. അങ്ങനെ മകൻ പറഞ്ഞ മനസ്സിലാണില്ല മോനെ? മകൻ എങ്ങോട്ട് പോയി? ബദറിന്റെ പടക്കളത്തിലേക്ക് മകൻ ചെന്നിട്ട് യുദ്ധം ചെയ്തു. ആ മകനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മനസ്സിൽ വിചാരിച്ച മാതിരി തന്നെ മഹാനവർകൾ ഷഹീദായി. ആയതിൽ പിറേ അൻസാർ കിളയുന്നുൾ സഅദൻഡോർ അടൽ ചെയ്യുന്നുള്ളർ കാഫിർ ഖുറൈശോരിൽ പൊരുത് അവർ നീയത്തുള്ളം പോലെ ഷഹീദായേ. അവർ നീയത്ത് ഉളം പോലെ ഷഹീദായി. അവർ മനസ്സിൽ വിചാരിച്ച മാതിരി തന്നെ അവർ ഷഹീദായി. മകൻ ഷഹീദായി. മകന്റെ പേര് സഅദ് റളിയല്ലാഹു അൻഹു. തായപ്പോർ മികത്തുള്ള പുലി അമ്മുന്നബിയുള്ളാഹ് ചമർ ഹംസ ഒഴിയാമൽ പൊരുതാനേ സമയം ശരം പോലെ ഒരു തൻവം എതിർത്താനേ. ആയതിൽ പിറേ അൻസാർ കിളയും സഅദൻഡോർ അടൽ ചെയ്യും ഉള്ളർ കാഫിർ ഖുറൈശോരിൽ. ആയതിൽ പിറേ അൻസാർ കിളയും സഅദൻഡോർ അടൽ ചെയ്യും ഉള്ളർ കാഫിർ ഖുറൈശോരിൽ പൊരുത് അവർ നീയത്തോളം പോലെ ഷഹീദായേ. അവർ നീയത്തോളം പോലെ ഷഹീദായി. ആര് ഷഹീദായി? അടുത്ത കൊല്ലം എന്താ ഉണ്ടായത്? ബദറിലെ കനത്ത പരാജയം ശത്രുക്കൾക്ക് ഏറ്റു. റമദാൻ മാസത്തിലാണ് എന്തുണ്ടായത്? ബദർ യുദ്ധം ഉണ്ടായത്. അടുത്ത കൊല്ലം ശവ്വാലായപ്പോ ബാലക്കാര് ചെന്നു. മുശ്രിക്കീങ്ങളായ ബാലക്കാര്. ആരൊക്കെയാ? ബദറിൽ കൊല്ലപ്പെട്ട അബൂജഹലിന്റെ പൊന്നുമോൻ ഒരു ബാലക്കാരൻ, മുശ്രിക്കായ ബാലക്കാരൻ. ബദറിൽ കൊല്ലപ്പെട്ട അബൂജഹലിന്റെ മകൻ. അയാളെ പേരെന്താണ്? ഉറക്കെ പറയും മോനെ. ശരിയാണ്, അബൂജഹലിന്റെ മോന് ഇക്രിമത്ത് അടക്കമുള്ള ബാലക്കാര്. ഇക്രിമ അടക്കമുള്ള ബാലക്കാര് വയസ്സനായ അബൂ സുഫിയാന്റെ അടുക്കൽ വന്നു.
അബൂ സുഫിയാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉദകുവീൻ, നമുക്കുടൻ മുഹമ്മദോട് എതിർക്കണം, മുഹമ്മദിനോട് നമുക്ക് പകരം ചോദിക്കണം, അതിന് ഉദകുവീൻ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് ആര് പറഞ്ഞു? ചെറുപ്പക്കാര് പറഞ്ഞു, ബാലക്കാര് പറഞ്ഞു. ആരോട് പറഞ്ഞു? അബൂ സുഫിയാൻ എന്ന് പറയുന്ന അവരെ തലമൂത്ത നേതാവിനോട് പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി വരുന്ന സമയത്ത് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. ബദറിന്റെ മുന്നോടിയായിട്ട് മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ കച്ചവടത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ബിസിനസ്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടായിരുന്നു പോയിരുന്നത്? ഷാമിലേക്കായിരുന്നു പോയിരുന്നത്. അതിൽ എത്ര പൊന്ന് ലാഭം കിട്ടിയിരുന്നു? അതെ, എത്ര? 50 പൊന്നല്ല, 50,000 പൊന്നാണ്. 50,000 പൊന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്. ആ ലാഭം കിട്ടിയ സ്വത്തും മുതലും അത് അവിടെ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എവിടെ? ദാറുൽ നദുവത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാര് വന്നിട്ട് പറഞ്ഞു, ബാലക്കാര് വന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാനോട് പറഞ്ഞു, ഉദകുവിൻ നമുക്കുടൻ മുഹമ്മദോടെ ദീർക്കണം, ഒട്ടുണ്ടോ ഇമ്മാൽ ബൈർകൾ ലാഭമിപ്പൾ പാർക്കണം, മുതലൊഴിത്തിരിബഹിന ഏടുത്തികൾ കഴിക്കണം, മുന്തി വേണ്ട ചട്ടബട്ടം പാളിയങ്ങൾ കൂട്ടണം. മുന്തി വേണ്ട ചട്ടബട്ടം പാളിയങ്ങൾ കൂട്ടണം, നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന് ബാലക്കാര് വന്നിട്ട് മുശ്രിക്കീങ്ങളെ നേതാവായ ആരോട്? അബൂ സുഫിയാനോട് പറഞ്ഞു. അങ്ങനെയാണ് മദീനയുടെ ഭാഗത്തേക്ക് മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങൾ പുറപ്പെടുകയാണ്. സത്തൂരൻ ഹബ്ശിക്കാർ ഏറിയും ബലത് കൊണ്ട് സാദീപ്പിൽ മികത്തവൻ വഹിഷിയോട് ബദറിൽ ചത്തുള്ള തുഐമത്തിൻ മകളും ഉറ്റാർ ഉത്തുള്ള മുഹമ്മദും അലി ഹംസ ഇവർ മൂണ്ടിൽ ഒരുവരെ ഉനൈബാക്ക് പകരം കൊന്നാൽ നിന്നെ ഒരു മാവിടുകപ്പെടും കാബത്താണേ. പാത്തീനി മൊഴി കപ്പൽ വഹിഷിയും പുറപ്പെട്ട് പരദാവി സ്വഫ്വാന്യം അബുൽ ഉസ്സാന്റെ മുമ്പിൽ പടബാരും ശികായത്താൽ അടുത്തു തലായി. കൊത്തുമ്പൽ മുനയിലും ലിസാൻ മൂർച്ച മികന്തുള്ള കൊടുശായിറുമൈ നാവ നമുക്കുതക്കം ചെയ്യാം കുവലേക്കിട്ട പുല്ലുസ പൊരുത്തപ്പെട്ടാൻ. ഇപ്പൊ എന്താ പാടി? പാട്ടിന്റെ അർത്ഥം കേൾക്കണ്ടേ? പറയണ്ടേ? അതായത് അവര് 3000 ആൾക്കാർ എങ്ങോട്ടാ പുറപ്പെട്ടത്? ബദറിൽ ഏറ്റ പരാജയത്തിന് പകരം ചോദിക്കാൻ 3000 മുശ്രിക്കീങ്ങൾ മക്കയിൽ നിന്ന് മദീനയുടെ ഭാഗത്തേക്ക്, അതായത് മദീനയുടെ ഭാഗത്താണ് എന്തുള്ളത്? വടക്ക് ഭാഗം. ആ വടക്ക് ഭാഗത്തേക്ക് പുറപ്പെട്ടു. എത്ര മുശ്രിക്കീങ്ങൾ? 3000 മുശ്രിക്കീങ്ങൾ. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് സത്തൂരൻ ഹബശിക്കാർ എറിയും ബേൽ അതുകൊണ്ട് സാദിപ്പിൽ മികത്തവൻ വഹ്ശിയോട്, വഹ്ശി എന്ന് പേരുള്ള ചെറുപ്പക്കാരനുണ്ട്, ഒരു ബാലക്കാരനുണ്ട്. ആ ബാലക്കാരനോട് തുഐമത്തിന്റെ മകളായ മുശ്രിക്കത്തായിരിക്കുന്ന പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മോനെ വഹ്ശി, നീ കൊല്ലണം. ആരെ കൊല്ലണം? മുഹമ്മദിനെ കൊല്ലണം. വഹ്ശിയോട് പറഞ്ഞു, ആരെ കൊല്ലാൻ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിലും മുഹമ്മദിനെ കൊല്ലണം, അലിയെ കൊല്ലണം, ഹംസയെ കൊല്ലണം. അവര് ഞങ്ങൾ ആൾക്കാർക്ക് ബദറിന്റെ പടക്കളത്തിൽ വല്ലാതെ ഞങ്ങളെ കുറെ ആൾക്കാരെ കൊന്ന് തള്ളിയവരാണ്. ആര്? മുഹമ്മദ് ആണ് നേതൃത്വം കൊടുത്തത്.
ഒന്നുകിൽ മുഹമ്മദ്, അലി, ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അവരെ കൊന്നാൽ, ഏതെങ്കിലും ഒരാളെ കൊന്നാൽ, ഓടാ വഹ്ശി, ഡോ മോനെ വഹ്ശി, നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വതന്ത്രനാക്കും, നിനക്കൊരുപാട് സമ്മാനം തരും എന്ന് ആര് പറഞ്ഞു? തുഐമത്തിന്റെ മകൾ. ആര് പറഞ്ഞു? തുഐമത്തിന്റെ മോള് പറയാണ്, ഉത്തുള്ള മുഹമ്മദും അലി ഹംസ ഇവർ മോണ്ടിൽ ഒരുവരെ ഊനൈബാക്ക് പകരം കൊന്നാൽ നിന്നെ ഒരുമ വീടുക പേടും കഅബത്താണേ. പത്തിനി മൊളിക്കവൾ വഹ്ശിയും പുറപ്പെട്ട്, പത്തിനി മൊളി, പത്തിനി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ആരെ മകളാണ്? ഈ പെണ്ണ് തുഐമത്തിന്റെ മോളാണ്. ആ തുഐമത്തിന്റെ മോളായിരിക്കുന്ന പെണ്ണിന്റെ വർത്തമാനം കേട്ട് ഈ ചങ്ങാതി പുറപ്പെടുകയാണ്. മുശ്രിക്കായ ചങ്ങാതി. അയാളെ പേരെന്താ? വഹ്ശി എന്നാണ് പേര്. വഹ്ശി പുറപ്പെടുകയാണ്. പത്തീനി മോളിക്കപ്പൽ വഹ്ശിയും പുറപ്പെട്ട് പരദാവി സഫ്വാനും അബുൽ ഉസ്സാന്റെ മുമ്പിൽ പടപാരും ശിക്കായത്താൽ അടുത്തുത്തലായി. പത്തിനി മോളിക്കപ്പൽ വഹ്ശിയും പുറപ്പെട്ട് ഈ പെണ്ണിന്റെ വർത്തമാനം കേട്ടിട്ട് വഹ്ശി പുറപ്പെട്ട് എങ്ങോട്ട്? ഉഹദിന്റെ പടക്കളത്തിലേക്ക്. ഇനിവരെല്ലാം കൂടി സഫ്വാൻ എന്ന് പറയുന്ന ചങ്ങാതിന്റെ മുശ്രിക്കായ ബാലക്കാരൻ ആ സഫ്വാന്റെ മുമ്പിൽ ചെന്നു. മുശ്രിക്കീങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, സഫ്വാൻ മഹാകവിയാണ്. സഫ്വാൻ മഹാകവി എന്ന് പറഞ്ഞാല് പാട്ടുണ്ടാക്കുന്ന ആള്, പാട്ട് ഗാന ഉണ്ടാക്കുന്ന ആള്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വൈരാഗ്യം, റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ്, ജനങ്ങളെ കൽബിൽ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന കവിത ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ്, മഹാകവിയാണ്. അതുകൊണ്ട് അബുൽ ഉസ്സാന്റെ അടുക്കൽ അവർ ചെന്നിട്ട് പറഞ്ഞു, ഓ അബുൽ ഉസ്സ, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനം തരാം, നിങ്ങൾക്ക് ഒരുപാട് പ്രസന്റേഷൻ തരാം, നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നിട്ട് കവിതകൾ പാടിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. എന്തിനാ കവിത പാടുന്നത്? അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വെറുപ്പ് ജനങ്ങളെ കൽബിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ഹൃദയത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത്? റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ്. അങ്ങനെ ഈ കുരുത്തം കെട്ട ചങ്ങായി പുറപ്പെട്ടു. എന്താ കുരുത്തം കെട്ട ചങ്ങായിന്റെ പേര്? ആര്? മഹാകവി. മഹാകവിന്റെ പേരെന്താ? അതാ പറഞ്ഞത് തന്നെ, സഫ്വാൻ എന്ന അബുൽ ഉസ്സ അല്ലേ? പത്തീനി മോളിക്കപ്പൽ വഹ്ശിയും പുറപ്പെട്ട് പരദാവി സഫ്വാനും അബുൽ ഉസ്സാന്റെ മുമ്പിൽ പടപാരും ശിക്കായത്താൽ അടുത്തെത്തലായി. കൊത്തുമ്പേൽ മൂനയിലും ലിസാൻ മോർച്ച മീകന്തുള്ള കൊടുശീറുമൈ നാവാൽ നമുക്കുദക്കം ചെയ്യാം. കുവലൈ കേട്ട അബുൽ ഉസ്സ പൊരുത്തപ്പെട്ടതുപോലെ മസാഫിയും അവർ വണ്ടും ഫുർഖാൻ പുകലെ തൊട്ടുല ഗോർകള. പൊരുത്തപ്പെട്ടതുപോലെ മസാഫിയും അവർ രണ്ടും ഫുർഖാൻ കുലകൈ തൊട്ട ഉലഗോർകള. ഷെറാൽ പുറപ്പെടി താകം തോടി പവറുകളാമേ. കണ്ടോ? പൊരുത്തപ്പെട്ട് രണ്ടാളും പുറപ്പെട്ട്, രണ്ട് കവികൾ, മഹാകവികൾ. ഒരാളെ കവി, ഒരു കവിന്റെ പേരെന്താ? സഫ്വാൻ. മറ്റേ കവിയുടെ പേര് മസാഫിഹ്. എന്ത്? മഹാകവികളാ. അവരെ സാഹിത്യത്തിന്റെ പാട്ട്, കവിത അങ്ങോട്ട് കേട്ടാൽ ആ കേട്ട ആള് മുഴുവൻ റസൂലുള്ളാഹിനോട് വലിയ വൈരാഗ്യം ഉണ്ടാവും. അങ്ങനെ രണ്ടാളും പുറപ്പെട്ട്, ഈ രണ്ടാളും അള്ളാഹിന്റെ ദീനിനോട്, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനോട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളോട് ജനങ്ങളെ ഖൽബിൽ വല്ലാതെ വെറുപ്പ്, വല്ലാതെ ക്രോധം ഉണ്ടാക്കുന്ന രണ്ട് മഹാകവികളാണ്, മുശ്രിക്കീങ്ങളായ രണ്ട് കവികൾ. ഒരു ശൈത്താന്റെ പേരെന്താണ്? സഫ്വാൻ. മറ്റേ ശൈത്താന്റെ പേര് മസാഫിഹ്. ഈ രണ്ട് പൊരുത്തപ്പെട്ടതുപോലെ മസാഫിഹും അവർ രണ്ടും ഫുർഖാൻ ദീൻ പുകലി തൊട്ടുലകോർകളാ. അള്ളാന്റെ ഫുർഖാൻ ദീനുൽ ഇസ്ലാമിൽ നിന്നിട്ട് ജനങ്ങളെ വെറുപ്പുണ്ടാക്കി, ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്ന രണ്ട് കുരിപ്പുകളാണ്. ഞങ്ങളുടെ നാട്ടില് കുരിപ്പ് എന്നാ പറയാ. രണ്ട് ശൈത്താന്മാരാണ്. അള്ളാന്റെ റസൂലിനോട് ഭയങ്കര വെറുപ്പുള്ള പൊരുത്തപ്പെട്ടത് പോലെ മസാഫിഹും അവർ രണ്ടും ഫുർഖാൻ ദീൻ പുകലൈതോ തുലഗോർഗലാശിറാൽ. ഫുർഖാൻ ദീൻ പുകലൈതോ തുലഗോർഗലാശിറാൽ. ഷേർ കൊണ്ട് വെറുപ്പുണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട്? ഷേർ എന്ന് പറഞ്ഞാൽ കവിത കൊണ്ട്. പൊരുത്തപ്പെട്ടത് പോലെ മസാഫിഹും അവർ രണ്ടും ഫുർഖാൻ ദീൻ പുകലൈതോ തുലഗോർഗലാശിറാൽ. പുറപ്പെടീതാകം തോടി പവർഗലാമേ. അങ്ങനെ വലിയ മഹാസേന അതാ പുറപ്പെടുന്നു. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം അറിയുന്നു മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനോടതാ ചർച്ച നടത്തുന്നു, സംസാരിക്കുന്നു. അള്ളാന്റെ ദീനിന്റെ എതിരിൽ, ദീനിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇസ്ലാം ദീനിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നവരായ മുശ്രിക്കീങ്ങള് ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കീങ്ങൾ നമ്മളോട് പ്രതികാരം ചോദിക്കാൻ വീണ്ടും ഇതാ ഉഹദിലേക്ക് വരുന്നുണ്ട് എന്ന് ആര് പറയുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സ്വഹാബികളോട്. വിവരം അറിയുന്നു ബഹുമാനപ്പെട്ട സ്വഹാബികൾ. ആ കൂട്ടത്തിലതാ ഒരു സ്വഹാബി, ആ സ്വഹാബിയായ ബാപ്പയാണ് സ്വഹാബി, മകനും സ്വഹാബിയാണ്. ബാപ്പാന്റെ പേരാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ബാപ്പാടെ പേര്, മകന്റെ പേര് ജാബിർ റളിയല്ലാഹു അൻഹു. എന്ത്? ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ ജാബിർ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അബൂ ജാബിർ എന്ന് പറഞ്ഞാൽ റിദ്വാൻ, അതിന്റെ അർത്ഥം ജാബിർ എന്നവരെ ബാപ്പ എന്നാണ്. ജാബിർ എന്നവരുടെ ബാപ്പ, അതാണ് അബൂ ജാബിർ. അബൂ റിദ്വാൻ എന്ന് പറഞ്ഞാലോ റിദ്വാൻ എന്ന കുട്ടിന്റെ ബാപ്പ. അബൂ ബിലാൽ എന്ന് പറഞ്ഞാൽ ബിലാൽ എന്ന കുട്ടിന്റെ ബാപ്പ. അബൂ ഉബൈദുള്ള എന്ന് പറഞ്ഞാൽ അബൂ ഉബൈദില്ല എന്ന് പറഞ്ഞാൽ ഉബൈദുള്ള എന്ന് പറഞ്ഞ കുട്ടിന്റെ ബാപ്പ. അപ്പൊ അബൂ ജാബിർ എന്ന് പറഞ്ഞാൽ ജാബിർ എന്നോരെ ബാപ്പ. ജാബിർ എന്ന സ്വഹാബിയുടെ ബാപ്പാന്റെ പേരെന്താ? അതെ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. മൂപ്പർക്കും അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഉബൈദുല്ലാ എന്നവർക്കും ഞങ്ങൾക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജാബിർ എന്നോരെ ബാപ്പയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ബാപ്പയാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. മോനെ വിളിച്ചു, മകനെ വിളിച്ചു, ബാപ്പ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ, നാളെ ഉഹദിന്റെ യുദ്ധം നടക്കുകയാണ് പൊന്നുമോനെ. ശത്രുക്കളും സ്വഹാബികളും തമ്മിൽ, മുഅ്മിനീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. എന്നാൽ ആ പടക്കളത്തിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് ഷഹീദാകുമ്പോൾ, മോനെ ജാബിറേ, പടക്കളത്തിൽ ഉഹദിന്റെ പടക്കളത്തിൽ ഷഹീദാകുമ്പോൾ ആദ്യം ഷഹീദാകുന്ന ഷഹീദ് ജാബിറേ
നിങ്ങളെ ബാപ്പയായ ഞാനാണ് മോനെ. നാളെ നേരം വെളുത്തിട്ട് പടക്കളത്തിൽ, യുദ്ധക്കളത്തിൽ, ഉഹദിന്റെ പടക്കളത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് രാത്രിയിൽ തന്നെ മകനെ വിളിച്ചിട്ട്, മകന്റെ പേരെന്താണ്? ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാമിൽ അൻസാരി റളിയല്ലാഹു അൻഹു ബാപ്പ പറയുന്ന മോനെ, പടക്കളത്തിൽ നാളെ ആദ്യം ഷഹീദാകല് ജാബിറെ നിങ്ങളെ ബാപ്പയായ ഞാനാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ക്ഷീണം, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണമുണ്ട്. മുത്താലിമ്യങ്ങളൊക്കെ ഇരുന്ന് കേട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ ക്ഷീണങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ആ കുട്ടിക്കും എല്ലാ കുട്ടികൾക്കും ഖൈർ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ മക്കളും നാഫിയായ ഇൽമുള്ള ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ഒരുപാട് ആൾമാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പെങ്ങന്മാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങൾക്കും അവർക്കും ഈമാന് ഏറ്റ് ജാസ്തിയാക്കി തരണേ അല്ലാഹ്. ബറക്കത്ത് ജാസ്തിയാക്കി തരണേ അല്ലാഹ്. റഹ്മത്തുകൾ ജാസ്തിയാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ഈ സ്ഥാപനം ത്വയ്ബ ഗാർഡൻ, ഇതിനെ സഹായിക്കുന്നവർ, മുതഅല്ലിമീങ്ങൾക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട് നല്ല സഹായം നൽകുന്നവർ, ഇവിടെ വന്നിരുന്നിട്ട് സഹായിക്കുക, അതെന്നെ വലിയ സഹായമാണ്. ഈ ഇരിക്കണ മൂപ്പരടക്കം. അല്ലാഹുവേ, അയാളെ ഉമ്മാക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടല്ലോ. റബ്ബേ, അയാളെ ഉമ്മാക്ക് ഖൈറായ അവസ്ഥയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറായ അവസ്ഥയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എന്താ പറഞ്ഞത്? മോനെ ജാബിറെ, നാളെ നേരം വെളുത്താല് ഉഹദിന്റെ പടക്കളത്തിൽ നിങ്ങളെ ബാപ്പയായ ഞാനാണ് ഒന്നാമത്തെ ഷഹീദ് എന്ന് പറഞ്ഞിട്ട് മകനോട് പറയാണ്, അതുകൊണ്ട് പൊന്നു മോനെ ജാബിറെ, ഫസ്തൗസി ബി അഖവാതിക ഖൈറാ. ജാബിറെ, നിങ്ങളെ പെങ്ങന്മാരോട്, എൻ്റെ പെണ്ണുമക്കളോട്, നിങ്ങളെ പെങ്ങന്മാരോട് നല്ല റാഹത്തിൽ, നല്ല സന്തോഷത്തിൽ പെരുമാറണേ മോനെ ജാബിറെ. എത്ര പെങ്ങന്മാരാണ്? 9 പെങ്ങന്മാരാണ്, ഒരാൺകുട്ടിയാണ്, ഒറ്റാൺകുട്ടിയാണ്. ആൺകുട്ടിന്റെ പേര് ജാബിർ റളിയല്ലാഹു അൻഹു. 9 പെങ്ങന്മാരാണ്. ഉമ്മ നേരത്തെ വഫാത്തായി പോയിട്ടുണ്ട്. ബാപ്പ പറയുന്നു, മോനെ നാളെ ഉഹദിന്റെ പടക്കളത്തിൽ ബാപ്പയായ ഞാനാണ് ആദ്യം ഷഹീദാകൽ. റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഞാനാണ് ആദ്യം ഷഹീദാകുന്നത്. കണ്ടോ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണ് ബദരീങ്ങളും മുഹദീങ്ങളും. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ, നേതാക്കന്മാരാണ്. നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് തന്നെ പറയുന്നു. അത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ഖറാമത്താണ്. ഇത് റിയാദുസ് സ്വാലിഹീനിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. റിയാദുസ് സ്വാലിഹീനിൽ ബാബു കറാമാത്തിൽ ഔലിയാഇ വ ഫദ്ലിഹിം എന്ന അധ്യായത്തിൽ ബാബില് ഇമാം നബവി തങ്ങൾ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? എങ്ങനെ വിവരം കിട്ടിയത്? മോനെ, നാളെ നിങ്ങളെ ബാപ്പയായ ഞാനാണ് ആദ്യം ഷഹീദാകൽ എന്ന് ജാബിർ എന്നവരുടെ വാപ്പാക്ക് എങ്ങനെയാ വിവരം കിട്ടിയത്? വിവരം കിട്ടിയത് കഴിഞ്ഞ കൊല്ലം ബദർ യുദ്ധം നടന്നപ്പോ ആ ബദറിൽ ഷഹീദായൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബി സ്വപ്നത്തിൽ, കിനാവിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ്. ആരാണ് ആ സ്വഹാബി എന്നറിയോ? ബദറിൽ 14 ആളാണ് ഷഹീദായത്. ഒരു കുട്ടി എന്നോട് സംശയം ചോദിച്ചു, ഇപ്പൊ 313 ആള് മരിച്ചിട്ടില്ലേ എന്നോട് ചോദിച്ചു. ഇല്ല, 313 ആൾ. അതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്, ചോദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത്. ബദറിൽ 313 ആള് മരണപ്പെട്ടിട്ടുണ്ടോ ബദരീങ്ങൾ? ഇല്ല. എത്ര പേരാ? 14 ആള് മരണപ്പെട്ടതെങ്കിലും നമ്മളെ ബദർ മൗലിദ് നിങ്ങൾ വായിച്ചിട്ടില്ലേ മുതഅല്ലിമീങ്ങളെ? എന്ത് 14 ആളാണ് മരണപ്പെട്ടതില്ലേ ഉസ്താദേ? എന്നാൽ വൽ ബാഖൂന മഅ്ജൂറൂന മിസ്ലഹും കണ്ടിട്ടില്ലേ? വൽ ബാഖൂന 14 അല്ലാത്ത ബാക്കിയുള്ളവർ, മഅ്ജൂറൂന മിസ്ലഹും ഈ 14 ആളെപ്പോലെ തന്നെ കൂലിയുള്ളവരാണ്. മരണപ്പെട്ടവർ, ഷഹീദായവർ എത്ര പേര്? 14 പേര് അല്ലേ?
എന്നാൽ 14 അല്ലാത്ത ബാക്കിയുള്ളവരും 14 ആളെ പോലെ തന്നെ കൂലി സെയിമാണ്. എന്താ കാരണം? അതെന്താ കാരണം അങ്ങനെ ആയത്? കാരണം മരിക്കാത്തവർ, ഷഹീദാകാത്തവർ, അവരും ഷഹീദാകണം എന്ന് കൊതിച്ചിട്ട് യുദ്ധത്തിലേക്ക് വന്നതാണ്. നമ്മളുടെ തറാവീഹ് നിസ്കാരത്തിന് അങ്ങ് തുപ്പാൻ പോയിട്ട് ബേക്കല സൊഫിൽ പങ്കെടുക്കണ്. അതേമാതിരി ബേക്കല സൊഫിൽ നിന്നതല്ല, എനിക്ക് ഷഹീദായി മരിക്കണം, എനിക്ക് ഷഹീദാകണം എന്ന് വിചാരിച്ചിട്ട് ബദറിന്റെ പടക്കളത്തിൽ വന്നവരാണ് അവരെല്ലാവരും. പക്ഷേ പടച്ചറബ് മരിപ്പിച്ചത് എത്ര പേരെ മാത്രം? 14 പേര് മാത്രമാണ് ഷഹീദായത്. 14 അല്ലാത്ത ബാക്കിയുള്ളവരും 14 ആളെപ്പോലെ തന്നെ കൂലിയുടെ വിഷയത്തിൽ, പ്രതിഫലത്തിന്റെ വിഷയത്തിൽ ഈക്വലാണ്. അതാണ് വൽ ബാഖൂന മഅ്ജൂറൂന മിസ്ലഹും. ഷഹീദാകണമെന്ന് വിചാരിച്ചിട്ട് വന്നവരാണവർ. മനസ്സിലായോ? അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഷഹീദായ ഒരാളുണ്ട്. അവരെ പേരാണ് എന്ത്? 14-ൽപ്പെട്ട ഒരാളാണ് മുബശ്ശിർ റളിയല്ലാഹു അൻഹു. മുബശ്ശിറിന് പേരുള്ള കുട്ടികൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ മുത്താലിമ്യങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. റബ്ബേ, മുത്താലിമ്യങ്ങൾക്ക് ഇങ്ങനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഭാവിയിൽ മുബശ്ശിർ എന്ന് ബദരീങ്ങളിൽപ്പെട്ട മഹാന്റെ പേര് ഇടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ കിടാക്കൾക്ക് മുബശ്ശിർ എന്ന് പേരിടാൻ റബ്ബേ, ഒരു കിടാക്കൾക്ക് കിടാവ് ഉണ്ടായാൽ മുബശ്ശിർ എന്ന് പേരിടാൻ തൗഫീഖ് നൽകണം അല്ലാ. സലീമിനൊരു കിടാവ് ഉണ്ടാവുകയാണെങ്കിൽ ബദരീങ്ങളെ പേരായ മുബശ്ശിർ, ബദറിൽ ഷഹീദായ മുബശ്ശിർ റളിയല്ലാഹുവിന്റെ പേരിടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നല്ല നിയ്യത്ത് വെച്ചോളി. എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ഇന്ന പേരിടണം എന്ന് എൻ്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങന്മാരെ, എൻ്റെ സൗണ്ട് കേൾക്കുന്ന മൂത്തോന്മാരെ, എൻ്റെ സൗണ്ട് കേൾക്കുന്ന മൂത്തോനെ, ഇളയോനെ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ, ആണ് കുട്ടി ഉണ്ടായാൽ ബദരീങ്ങളെ പേര് വെച്ചോളൂ. അത് വലിയ ബറക്കത്താണ്. അതൊന്നും ഇവിടെ എൻ്റെ ചോദ്യമില്ല. കുട്ടികളുണ്ടോന്നല്ലാണ്. ഇല്ല. അല്ലാഹു തആല ബദരീങ്ങളെ പേര് വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളുണ്ടാകുമ്പോൾ ബദരീങ്ങളെ പേര് വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളുണ്ടാവുക എന്നുള്ളത് വലിയ സംഗതിയാണ്. അത് അല്ലാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഹലാലായ ബറക്കത്തുള്ള മക്കളുണ്ടാകൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, തസവ്വജു അൽ വലൂദ അൽ വദൂദ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞു. ആരോട്? ആണുങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞതാ. അപ്പൊ എങ്ങനെ ഉസ്താദെ അത് മനസ്സിലാക്കിയ? കല്യാണത്തിന്റെ മുമ്പേനെ അവൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണാണോ അതല്ല കൂടുതൽ പ്രസവിക്കാത്ത പെണ്ണാണോ എന്ന് എങ്ങനെ മനസ്സിലാവുക? മനസ്സിലാകൽ അവളെ മൂത്തോളെ നോക്കണം. അവളെ മൂത്തോൾക്ക് കൂടുതൽ മക്കളുണ്ടോ? അവളെ വാപ്പാന്റെ പെങ്ങൾക്ക് മക്കൾ ഉണ്ടോ? അവളെ ഉമ്മാന്റെ ഇളയോൾക്ക് മക്കൾ തീരെല്ലാത്തോളാണോ? അവളെ മൊത്തത്തിൽ കുടുംബം. ജനറ്റിക് സയൻസ് ഇപ്പോഴാ പുരോഗതി പ്രാപിച്ചത്. ജനറ്റിക് സയൻസ്, അങ്ങനൊരു സയൻസ് ഉണ്ട്. എന്നാൽ ജനറ്റിക് സയൻസ് പുരോഗതി പ്രാപിക്കണതിന്റെ മുമ്പ് തന്നെ, 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം ആണുങ്ങളെ. തസവ്വജു അൽ വലൂദ അൽ വദൂദ ഔ കമാ ഖാല റസൂലുള്ളാഹി. അതായത് ആ പെണ്ണിന്റെ കുടുംബത്തിൽ കൂടുതൽ പെണ്ണുങ്ങളുള്ള, കൂടുതൽ മക്കളൊക്കെ കിടാക്കളെ പ്രസവിക്കുന്നുണ്ടോ? എന്നാ ആ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കേണ്ടത്. ചിലത് വേക്കൽക്ക് കേൾക്കൂല. കേൾക്കണം എന്ന് വലിയ ഫർളുണ്ടെങ്കിൽ കുറച്ചുകൂടി മുമ്പേക്ക് വന്നോളി.
നമ്മളെ കുടുംബത്തിലൊക്കെ 6 മക്കളുണ്ടായാൽ, ഒരു ബാപ്പാക്ക് ഇന്നത്തെ കാലത്ത് 6 മക്കളുണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ 7 മക്കളുണ്ടായാൽ തന്നെ അത് ഓവറാണെന്ന ചിന്തയാണ്. എന്നാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ് കൂടുതൽ മക്കളുണ്ടാകൽ. ആർക്ക് ഇഷ്ടമാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. തമാശ പറഞ്ഞതല്ല ബാലക്കാരെ, റസൂലുള്ളാഹിന്റെ ഇഷ്ടം നോക്കണം. കല്യാണം നടത്തുമ്പോൾ റസൂലുള്ളാഹിന്റെ ഇഷ്ടം നോക്കണം. ഞാൻ എൻ്റെ മകൾക്കൊരു പുതിയാപ്പിളനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കേണ്ടത് എന്താണ്? എൻ്റെ മകൾക്ക് പറ്റിയ പുതിയാപ്പിളനെ അല്ല, അങ്ങനല്ല നോക്കേണ്ടത്. പിന്നെന്താ? എൻ്റെ മകളുടെ കുട്ടികളാകാൻ പറ്റുന്ന ബാപ്പാനെയാണ് നോക്കേണ്ടത്. അത് ആ കുട്ടികളുടെ ബാപ്പ, കിടാക്കളെ ബാപ്പയാകാൻ പറ്റിയ ഒരു ബാലക്കാരനെയാണ് ഞാൻ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് സ്വാലിഹായ മക്കളുണ്ടാകണം. അതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഓ രക്ഷിതാക്കളെ, നിങ്ങളെ മകനിക്കൊരു പെണ്ണിനെ ഭാര്യയായിട്ട് പെഞ്ഞായിയായിട്ട് നിങ്ങൾ തേടുമ്പോൾ എന്താ തേടേണ്ടത്? നിങ്ങളെ മകന്റെ കുട്ടികൾക്ക് പറ്റിയ ഉമ്മ അല്ലേ? അങ്ങനെയാണ് നോക്കേണ്ടത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ പറയുന്നു, പെണ്ണ് കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? എന്താണ്? എന്താ മോനെ പെണ്ണ് കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആണുങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ മാരേജിന്റെ ഉദ്ദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കലാണ്. റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന്റെ എണ്ണം ജാസ്തിയാക്കലാണ്. ഇനി മറക്കണ്ട, എന്താണ് ഈ മംഗലം കഴിക്കുന്നതിന്റെ ഉദ്ദേശം? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന്റെ എണ്ണം ജാസ്തിയാക്കലാണ്. അതിനു വേണ്ടിയാണ്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഉബാഹി ബിക്കും അൽ ഉമമ യൗമൽ ഖിയാമ. എൻ്റെ ഉമ്മത്തിന്റെ ആൾമാരുടെ എണ്ണത്തിന്റെ ജാസ്തി ആയത് കണ്ടിട്ട് മറ്റു ഉമ്മത്തിലെ ആൾമാരെ എണ്ണം കുറവാകുമ്പോ നാളെ മഹ്ശറയിൽ വരുമ്പോ എൻ്റെ ഉമ്മത്തിൽ ആൾമാരെ എണ്ണം കൂടുതലാകുമ്പോ എനിക്ക് അഭിമാനമുണ്ടാകും. അൽ ഉമമ, മറ്റുള്ള ഉമ്മത്തുകളെ മുമ്പിൽ എനിക്ക് അഭിമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അതിനെന്താക്കണം? കൂടുതൽ മക്കൾ ഉണ്ടാകണം. കൂടുതൽ മക്കൾ ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്? ആണ് മക്കളും യുവാക്കള്, യങ് മാൻ വേഗം മംഗലം നടക്കണം. നമ്മളെ പെണ്ണുമക്കളെ മംഗലം വേഗം നടക്കണം. നീട്ടി അനാവശ്യമായ കാരണം പറഞ്ഞിട്ട്, വെറുതെ ഓരോ കാരണം പറഞ്ഞിട്ട് മക്കളെ കല്യാണം നീട്ടിക്കൊണ്ടുപോയാൽ സമുദായത്തിലും നാട്ടിലും ഫിത്ന ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ടിട്ട് ഇമാമുകൾ, വലിയ കറാമത്തുള്ള വലിയ മഹാന്മാരായ ഇമാമുകൾ അവരെ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മംഗലം, മക്കളെ മംഗലം, ആണ് മക്കളെ മംഗലം, പെണ്ണ് മക്കളെ മംഗലം അത് ഡിലേ ആക്കല് നല്ലതല്ല. ഈ കാണുന്ന ബാലക്കാരായിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളൊക്കെ അവരൊക്കെ ഇൽമിനെ പഠിക്കുന്നവരാണല്ലോ. അല്ലാഹു തആല ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും എൻ്റെ മകൻ, എൻ്റെ പുള്ളികൾ അടക്കമുള്ള മക്കൾ അവരൊക്കെയും വലിയ ബറക്കത്തുള്ള മുത്തഅല്ലിമീങ്ങളിലും വലിയ ബറക്കത്തുള്ള മുത്തഅല്ലിമാത്തുകളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഇവിടുത്തെ സ്ഥാപനം എന്താണ്? ഇത് ബംഗളഗുഡയിലുള്ള പെണ്ണ് മക്കളെ സ്ഥാപനം അടക്കം സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുടെ ലോകത്തുള്ള മുഴുവൻ സ്ഥാപനങ്ങളും അവിടൊക്കെ പഠിക്കണ പെണ്ണ് മക്കളെയും ആണുമക്കളെയും ബറക്കത്തുള്ളവരാക്കണേ റഹ്മാനെ. ബറക്കത്തുള്ള മക്കളുടെ ബാപ്പമാരാക്കണേ റഹ്മാനെ. ബറക്കത്തുള്ള പുള്ളികളുടെ ഉപ്പാപ്പയും ഉമ്മാമയും ആക്കണേ റഹ്മാനെ. ഇത് തമാശ കളിയല്ല. അതാണ് തമാശ കളിയല്ല. അതിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഉത്തരം പറയണം. മംഗലം കഴിക്കണതിന്റെ ഉദ്ദേശം എന്താണ്? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കലാണ്. അതാ ഉദ്ദേശം അല്ലേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഫീഖ് നൽകണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുകൊണ്ട് നല്ല പേരിട്ടാൽ മക്കൾ നന്നാകും. തശത്തഇരുൽ കുഫ്റോട് മുബശ്ശിറുൽ അൻസാരണ്ടവർ ചെണ്ടയിടൈ തത്തുവതിൽ ഒരു ബെട്ടത് പറ്റി വിളുന്തവരും ഷഹീദാകുവതൈ. തത്വത്തിൽ ഒരു ബെട്ടത് പറ്റി. മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു ബദറിന്റെ പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ കുറെ നേരം ശത്രുക്കളോട് പടപൊരുതിയപ്പോ ശുഹദാക്കൾ പറഞ്ഞ വാക്കുണ്ട്, സ്വഹാബികൾ പറഞ്ഞ വാക്കുണ്ട്, ബദറിലും ഉഹദിലൊക്കെ പറഞ്ഞ വാക്കുണ്ട്. ശത്രുക്കളെ, അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അളാപ്പയാണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് തങ്ങളുടെ എളാപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബാപ്പാന്റെ ഇളയോൻ. ഇവിടെ അങ്ങനെ പറയില്ല ഉസ്താദെ? അതെ, അനസ് ബിൻ മാലിക് തങ്ങളുടെ എളാപ്പയായ ബാപ്പാന്റെ ഇളയോനായ അനസ് ബിൻ നളർ തങ്ങൾക്ക് ബദർ യുദ്ധ. അനസ് ബിൻ മാലിക് തങ്ങളെ എളാപ്പയാണ്. എളാപ്പ എന്ന് ഇവിടെ പറയോ? കുഞ്ഞാപ്പ. കുഞ്ഞാപ്പ അല്ലേ? നിങ്ങൾ കുഞ്ഞാപ്പ എന്ന് പറഞ്ഞാലും വീട്ടിലെ വല്യാപ്പ എന്ന് പറഞ്ഞാലും വീട്ടിലെ സംഗതി മനസ്സിലായാൽ മതി. അപ്പൊ അനസ് ബിൻ മാലിക് തങ്ങളെ ബാപ്പാന്റെ ഇളയോനാണ്. അമ്മ എന്നാണ് അറബിയിൽ പറയാ. അനസ് ബിൻ മാലിക് തങ്ങളുടെ ബാപ്പാന്റെ ഇളയോനാണ്. ആര് മോനെ? ആര്? അനസ് ബിൻ നളർ. ബാപ്പാന്റെ ഇളയോന്റെ പേര് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ നളർ തങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വല്ലാത്ത വ്യസനം, വല്ലാത്ത സങ്കടം ഉണ്ടായി. അപ്പോഴാ അടുത്ത കൊല്ലം ഉഹദിന്റെ പടക്കളം ഉണ്ടായത്. അടുത്ത കൊല്ലം ഉഹദ് ഉണ്ടായത്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ബദറിൽ മഹാനവറുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ആ സങ്കടം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് റസൂലുള്ള ഉഹദിലേക്ക് വിളിച്ചപ്പോ ഫസ്റ്റിൽ തന്നെ മുമ്പിൽ തന്നെ പോയി. ആര്? അനസ് ബിൻ നളർ എന്നവര് മുമ്പിലേക്ക് ചെന്ന് യുദ്ധം ചെയ്ത്, പടക്കളത്തിൽ ചെന്ന് യുദ്ധം ചെയ്ത് ആ ഒരുപാട് ശത്രുക്കളോട് പടപൊരുതി. അനസ് ബിൻ നളർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് അതാ ഒരുപാട് ശത്രുക്കളോട് പടപൊരുതി. സ്വഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം ഉണ്ട്. ഇമാം നബവി തങ്ങളെ റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ മുതഅല്ലിമീങ്ങളെ ആ സംഭവം ഉണ്ട്. അനസ് ബിൻ നളർ റളിയല്ലാഹു തആല അൻഹു ബദർ ഉഹദിന്റെ പടക്കളത്തിൽ യുദ്ധം ചെയ്ത് ശത്രുക്കൾ അനസ് ബിൻ നളർ തങ്ങളെ ഇടങ്ങേറാക്കിയപ്പോ, കഷ്ടപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശത്രുക്കളെ, നിങ്ങൾ എന്റെ കൈ മുറിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. എന്റെ കാല് മുറിച്ചോളൂ, പ്രശ്നമില്ല. എന്റെ കുന്തം കൊണ്ട് കുത്തിക്കോളൂ, പ്രശ്നമില്ല. അമ്പും വില്ലും കൊണ്ട് എറിഞ്ഞോളൂ, പ്രശ്നമില്ല. ഇന്നി അജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹദ്. ഇന്നി അജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹദ്. ഉഹദ് മലയുടെ അപ്പുറത്ത് നിന്ന് എനിക്ക് മണം എന്റെ മൂക്കിലേക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്. ശത്രുക്കളെ, എനിക്ക് എന്റെ മൂക്കിലേക്ക് സ്വർഗത്തിന്റെ മണം അടിച്ചുപോയി. എനിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ചുപോയി. ഇന്നി അജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹദ്. ഉഹദ് മലയുടെ അപ്പുറത്ത് നിന്ന് വടക്ക് ഭാഗത്ത് നിന്ന്, ഉഹദ് മലയുടെ വടക്ക് ഭാഗത്ത് നിന്ന്, ഉഹദ് മലന്റെ തെക്ക് ഭാഗത്താണ് യുദ്ധം നടന്ന സ്ഥലം. അതേ ഉഹദ് മലയുടെയും അപ്പുറത്ത് നിന്ന് സ്വർഗത്തിന്റെ മണം, ഈ മണം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശിയിട്ടുണ്ട്. എനിക്ക് ദുനിയാവിനോട് ഇനി താല്പര്യമില്ല, സ്വർഗം കിട്ടാനാണ് താല്പര്യം. അതുകൊണ്ട് എന്നെ നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ഉഹദിന്റെ പടക്കളത്തിൽ ഷഹീദായി മരിച്ച ആളാണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. ആ ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട്
ഏറ്റവും വലിയ ബറക്കത്തുള്ള ശുഹദാക്കൾ ആരാ? അത് ഒന്ന് ബദരീങ്ങളാണ്, രണ്ട് ഉഹദീങ്ങളാണ്. വബിഹംസത്തിൻ അമ്മിൻ നബി വഉസൈദാ, ഉഹദിന്റെ പടക്കളത്തിൽ ഷഹീദായത് 70 ശുഹദാക്കളാണ്. എത്ര? 70 70 ശുഹദാ. ഉഹദ് ജംഗ് में कितना शुहदा मदफून है? 70 शुहदा मदफून है. 70 ശുഹദാക്കളാണ്. ആ 70 ശുഹദാക്കളെ നേതാവാരാ? റസൂലുള്ളാഹിന്റെ അളാപ്പയാണ് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു. അവരാണ് ഉഹദിന്റെ പടക്കളത്തിൽ ഷഹീദായിട്ട് ഉള്ള നേതാക്കന്മാരുടെ നേതാവ്. ചുരുക്കി പറഞ്ഞാൽ നാളെ ഉഹദ് യുദ്ധം നടക്കുകയാണ് മോനെ. നാളെ ഉഹദിന്റെ പടക്കളത്തിൽ ഞാനാണ്, ജാബിറെ നിങ്ങളെ ബാപ്പയായ ഞാനാണ് ആദ്യമായി ഷഹീദാകല് എന്ന് ആരോട് പറഞ്ഞു? സ്വന്തം മകനോട് പറഞ്ഞു. മകന്റെ പേരെന്താണ്? ജാബിർ എന്നാണ്. എന്നിട്ട് മകനോട് പറഞ്ഞത് ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റെല്ലാ ഹദീസിന്റെ കിതാബിലും ഉണ്ട്. ഫസ്തൗസി ബി അഖവാതിക ഖൈറാ, ജാബിറെ നിങ്ങളെ പെങ്ങന്മാരെ നല്ല നിലക്ക് നോക്കണേ ജാബിറേ. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ബാപ്പ ഷഹീദായി പറഞ്ഞ മാതിരി തന്നെ ഫഅസ്ബഹനാ ഫകാന അവ്വല ഖതീലിൻ, നേരം വെളുത്ത് ഉഹദിന്റെ പടക്കളത്തിൽ യുദ്ധം തുടങ്ങിയപ്പോ ആദ്യം ഷഹീദായത് ആരാണ്? ജാബിർ എന്നോരെ ബാപ്പയായ അബൂ ജാബിർ എന്നാണ് പറയാ. ജാബിർ എന്നോരെ ബാപ്പയായ അബൂ ജാബിർ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം അൽ അൻസാരി തങ്ങളാണ്. അവര് താമസിച്ച വീട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഉണ്ട്, മദീനത്താണ്. ഖന്തഖ് യുദ്ധം നടന്ന സ്ഥലത്തിന്റെ അടുത്താണ്. അത് ഇപ്പോൾ ഒരു പള്ളിയാണ്, ഒരു ചെറിയ മസ്ജിദാണ്. ആ പള്ളി, ആ മസ്ജിദ് ചെറിയ പള്ളി, മസ്ജിദ് ബനി ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. ബനി ഹറാം എന്നുള്ളത് അവരെ തറവാടിന്റെ പേരാ. ആ വീട് അങ്ങോട്ട് പള്ളിയാക്കിയതാ. ആ വീട് എന്താക്കിയതാ ഉബൈദ് ഉസ്താദെ? മസ്ജിദ് ആക്കിയതാണ്. മസ്ജിദ് ആക്കിയതാണ്. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ മക്കളുണ്ടായാൽ ബദരീങ്ങളെ പേര് വെച്ചോളൂ. ബദരീങ്ങളെ പേര് വെച്ചാൽ നല്ലതാണ്, സ്വഹാബത്തിന്റെ പേര് വെച്ചാൽ നല്ലതാണ്. കണ്ടോ ഇപ്പൊ എന്തേ മോനെ ആ പേര് നമ്മൾ പറഞ്ഞത്? ഇപ്പൊ ഒരു പേര് പറഞ്ഞില്ലേ, മുബശ്ശിർ. കഴിഞ്ഞ കൊല്ലം ബദറിൽ ഷഹീദായ ആളാണ് ആര്? മുബശ്ശിർ റളിയല്ലാഹു അൻഹു. ആ മുബശ്ശിർ എന്നവര് ജാബിർ എന്നോരെ ബാപ്പാന്റെ അടുക്കല് തൊട്ട് മുമ്പത്തെ രാത്രി കിനാവിൽ വന്നതാണ്. ഇമാം മാലിക് തങ്ങളെ മുവത്തയുടെ ശർഹിൽ പറയുന്നുണ്ട്, തൊട്ട് മുമ്പത്തെ രാത്രിയിൽ കിനാവിൽ വന്നതാണ്. കിനാവിൽ വന്നിട്ട് പറഞ്ഞതാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നാളെ നിങ്ങളാണ് ആദ്യം ഷഹീദാകല്. കണ്ടോ, ശുഹദാക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അവർ ഉപകാരം ചെയ്യും. വേണ്ട വിവരങ്ങൾ ശുഹദാക്കൾ പറഞ്ഞു തരും, വിവരം നൽകും, സഹായം നൽകും. അതിനെന്താ തെളിവ്? ഖുർആനാണ് തെളിവ്. എന്താ തെളിവ്? ഖുർആനാണ് തെളിവ്. ഒരുപാട് തെളിവുണ്ട്. ഒറ്റ ആയത്ത് ഞാൻ സാമ്പിളിന് പറയാണ്. എന്താണ്? ബദരീങ്ങളെ സ്നേഹിച്ചാൽ, ശുഹദാക്കളെ സ്നേഹിച്ചാൽ, ആ ശുഹദാക്കൾ നമ്മളെ കൂടെ ഉണ്ടാകും. നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? റളിയല്ലാഹു നമ്മളെ കൂടെ കസാലമ്മ ചാരിയിരിക്കണ ബദരീങ്ങൾ ചാരിയിരിക്കുന്നുണ്ടാവുന്നല്ല, അവരെ കൊണ്ട് സഹായം കിട്ടും. ഈ ചാരുന്നതിനേക്കാളും വലിയ ഗുണം കിട്ടും. ചാരണീന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതല്ല. ചാരണീനോ ഇരിക്കണീനോ നിൽക്കണീനോ ഒന്നും കുഴപ്പമില്ല, അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ആപ്കി റാസി എന്താണ് നിങ്ങളെ തൃപ്തി, എന്താ അതുപോലെ ചെയ്തോളൂ. നിർത്തിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ പോവാണ്. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബദരീങ്ങളെ സഹായം നമുക്കുണ്ടാവും. അള്ളാഹുവേ, ഞങ്ങൾക്ക് ബദരീങ്ങളെ സഹായം നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله فأولئك مع الذين أنعم الله عليهم
من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله العلي العظيم. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ എന്ത്? ഉമയ്യുത്തി ഇല്ലാഹ, അള്ളാഹിനെ വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെട്ടാൽ, റസൂലുള്ളാഹിനെ വഴിപ്പെട്ടാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവര് ആ അമ്പിയാക്കന്മാരെ കൂടെയാകും, മുർസലീങ്ങളെ കൂടെയാകും, സിദ്ദീഖീങ്ങളെ കൂടെയാകും, ശുഹദാക്കളെ കൂടെയാകും, സ്വാലിഹീങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാകും. എവിടെ കൂടെ ഉണ്ടാകുക? ദുനിയാവിലും അവരെ സഹായം നമ്മളെ കൂടെ ഉണ്ടാവും. ദുനിയാവിലും മഅല്ലദീന എന്നല്ലേ ഉസ്താദെ പറഞ്ഞത്? മഅല്ലദീന എന്ന് പറഞ്ഞാൽ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ കൂടെയാവുക. ആ കൂടെയാകുക എന്ന് പറഞ്ഞത് ദുനിയാവിൽ മാത്രമാണോ? അല്ല. ആഖിറത്തിൽ മാത്രമാണോ? അല്ല. ഖബറിൽ മാത്രമാണോ? അല്ല. എല്ലായിടത്തും ബദരീങ്ങളെ സഹായം ഉണ്ടാവും. അതാണ് മഅയ്യത്ത്, അതാണ് മഅല്ലദീന എന്ന് പറഞ്ഞ മഅയ്യത്ത്. അല്ലാഹുവേ, ആ ബദരീങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ എല്ലാ സഹായവും റബ്ബേ നീയാണ് നൽകുന്നത്. പക്ഷെ അത് ഓരോ മഹാന്മാര് മുഖേനയാണ് നൽകുന്നത്. അമ്പിയാക്കൾ മുഖേനയാണ് റബ്ബേ നീ സഹായിക്കുന്നത്. ഔലിയാക്കൾ മുഖേനയാണ് റബ്ബേ നീ സഹായിക്കുന്നത്. ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തേ? ഇറാഖില് സാരിയ റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്ത് മദീനയിൽ വെച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ ഖുത്ബ ഓതുകയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുത്ബ ഓതുകയാണ്. ആര്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ. അപ്പോഴാണ് സാരിയ റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ശത്രുക്കളോട്, മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യുന്നു. മല പർവ്വതത്തിന്റെ ബേക്കിലൂടെ ശത്രുക്കൾ വരുന്നത് സാരിയ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല, സാരിയ റളിയല്ലാഹു അൻഹു കണ്ടില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ പുറത്തുനിന്ന് മദീനയിൽ നിന്ന് കണ്ടു. ആര് കണ്ടു? ഉമർ ഇബ്നുൽ ഖത്താബ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമ ഇമാമാണല്ലോ. കിസ്റ വിറക്കും, കിസ്റ പനിക്കും, കൈസറും വിറക്കുന്നതാ. മിസ്റിൽ മുഖൗഖിസ് കോട്ടയും വിറക്കുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് അവരെ സഹായം കിട്ടി. ആർക്ക് കിട്ടി? ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് യുദ്ധം ചെയ്യുന്ന ആർക്ക് കിട്ടി? സാരിയ. ആർക്ക്? സഹാബിന്റെ പേരാ റളിയല്ലാഹു തആല അൻഹു കിട്ടിയത്. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ അയാളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അയാൾ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും സഹായം റബ്ബേ നീയാണല്ലോ എല്ലാം സഹായിക്കുന്നത്. അത് നിന്റെ അമ്പിയാക്കന്മാര് മുഖേനയാണല്ലോ സഹായിക്കുന്നത്. നിന്റെ ബദരീങ്ങൾ മുഖേനയാണല്ലോ സഹായിക്കുന്നത്. നിന്റെ മലക്കുകൾ മുഖേനയാണല്ലോ നീ സഹായിക്കുന്നത്. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അത് ഏത് മഹാന്മാര് മുഖേന ആയാലും തരക്കടില്ല. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ബദരീങ്ങളിലൂടെ നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപ്പൊ അള്ളാഹിനോട് ചോദിക്കാം ഞങ്ങളെ സഹായിക്കണേ എന്ന്. ബദരീങ്ങളോടും ചോദിക്കാം, അല്ലാ ബദരീങ്ങളെ നിങ്ങൾക്ക് അല്ല തന്ന കറാമത്ത് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ചോദിക്കാം. ഒരു കുഴപ്പമില്ല റബ്ബേ, ബദരീങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇപ്പൊ ഒരു കുട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞു, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ പേരിട്ടാൽ മതി. കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ മുബശ്ശിർ റളിയല്ലാഹു അൻഹു നല്ല പേരാണ്. മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ.